നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകും. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 4 മാസം നീണ്ട വിചാരണ നടപടികൾക്ക് ശേഷമാണ് കേസിൽ അന്തിമവാദം പൂർത്തിയായത്. 82 സാക്ഷികളെ വിസ്തരിച്ചു. ഇതിൽ 46 പേരുടെ മൊഴി പ്രതിയെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. എന്നാൽ തനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം പ്രതി ചെന്താമര നിഷേധിക്കുകയാണ് ചെയ്തത്. 2025 ജനുവരി 27 നെന്മാറ പോത്തുണ്ടി സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വീട്ടിലെത്തി വെട്ടിക്കൊലപ്പെടുത്തിയത്. നേരത്തെ സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിന്റെ വിചാരണയ്ക്കിടെ പരോളിലിറങ്ങിയ സമയത്തായിരുന്നു ഈ കൊലപാതകം. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഒറ്റ പ്രതി മാത്രമുള്ള ഒരു കേസാണ്. ഈ ചെന്താമരയുടെ അഭിഭാഷകന്റെ നിരവധി വാദങ്ങളുണ്ട്. പക്ഷേ പരമാവധി ശിക്ഷയ്ക്കായുള്ള പ്രോസിക്യൂഷന്റെ നീക്കം അത് എങ്ങനെ കോടതി കാണും എന്ന് നമുക്കറിയണം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തിങ്കളാഴ്ച വരേണ്ട വിധിയാണ് ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങളാൽ മാറ്റിവെച്ചത്. അപ്പോൾ ഇന്ന് വിധി വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ ചെന്താമര കുറ്റക്കാരനല്ലയോ എന്ന് വിളിക്കും. അതിനുശേഷം ശിക്ഷാവിധി എപ്പോൾ വരുമെന്നുള്ളതും രാവിലെയാണ് അറിയാൻ കഴിയും. പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകും. അതല്ലെങ്കിൽ അതിൻ്റെ വാദപ്രതിവാദത്തിന് വേണ്ടി മാറ്റിവെക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഒന്നാകെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു പോത്തുണ്ടി നെന്മാറയിലേത്. ഇരട്ടക്കൊലപാതകം 2025 ജനുവരി 27 ഈ ഒരു ഇരട്ടക്കൊല സുധാകരൻ്റെയും അമ്മയുടെ ലക്ഷ്മിയുടെയും കൊലപാതകം ചെന്താമര ചെയ്തത്. പക്ഷേ ഇതൊരു തുടർച്ചയായിരുന്നു. അതിനു മുമ്പ് 2019 സജിതയെ, സുധാകരൻ്റെ ഭാര്യയെ വെട്ടിക്കൊന്ന ചെന്താമര അയാൾ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ഈ രണ്ടുപേരെയും വെട്ടിക്കൊന്നത്. തൻ്റെ കുടുംബം ഇല്ലാതാകാൻ കാരണം ഇവരാണെന്ന തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസും കണ്ടെത്തിയിരുന്നു. അങ്ങനെ വ്യക്തിവൈരാഗ്യം, ആസൂത്രിത കൊലപാതകം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഈ ഒരു കേസിൻ്റെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിൽ ഇയാൾ മനഃപൂർവ്വമാണ് ഇത്തരത്തിലൊരു കൊടുംകൃത്യം ചെയ്തത്. ഇയാൾ ആയുധങ്ങൾ അതിനുവേണ്ടി സംഘടിപ്പിച്ചിരുന്നു, കൃത്യമായി ഇയാൾ ആസൂത്രണം ചെയ്തിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയെ വിചാരണ വേളയിൽ ധരിപ്പിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ സാക്ഷി മൊഴികളുടെ അതിൽ ഏറ്റവും ഒരു ദുർബലമായി പോകുന്നത് 4 സാക്ഷികൾ കൂറുമാറി എന്നുള്ളതാണ്. പക്ഷേ അത് കേസിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസമാണ് പ്രോസിക്യൂഷനുള്ളത്. 2 പേർ ഈ ചെന്താമരയുടെ നേരെ ഒരാൾ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും മറ്റൊരു ബന്ധുവുമാണ്, മറ്റൊരാൾ ആ പ്രദേശവാസിയാണ്. ഇതിൽ ഈ സാക്ഷിമൊഴികൾ മാറിയത് തിരിച്ചടിയാകില്ല എന്നൊരു ആത്മവിശ്വാസം പ്രോസിക്യൂഷൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും പൂർണ്ണമായിട്ടും ചെന്താമരയ്ക്കെതിരായാണ് എന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നുണ്ട്. അതായത് ഈ ഒരു വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച കത്തിയിൽ, ആയുധത്തിൽ മരിച്ച ആളുകളുടെ വിരലടയാളവും കോശങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ചെന്താമരയുടെ ഈ കൈവിരലടയാളമെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ചെന്താമരയെ നേരിട്ട് ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ ശാസ്ത്രീയ തെളിവുകളും അതേപോലെ തന്നെ മൊഴികളുമൊക്കെ പോലീസിന് ശേഖരിക്കാനും പ്രോസിക്യൂഷൻ അത് കോടതിക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ കോടതി മുമ്പാകെ എത്തിയത് ഈ കേസിൽ അനുകൂലമായ ഒരു സാഹചര്യം തീർക്കുമെന്നാണ് പ്രോസിക്യൂഷൻ്റെ പ്രതീക്ഷ. ഒപ്പം തന്നെ 2019 കൊലപാതകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് എന്ന തരത്തിൽ ഈ കേസിനെ കണക്കാക്കണം. കാരണം മറ്റ് സജിത കേസിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന പ്രതിയാണ് ഈ ചെന്താമര. അയാൾ തന്നെയാണ് ഈ കൊല നടത്തിയത്. അപ്പോൾ ഇതൊക്കെ ഒരു കൃത്യമായിട്ട് ആസൂത്രണത്തോടെയും ആണ് ഈ ഒരു കൂട്ടക്കൊലപാതകം നടത്തിയത്. ഒരു കുടുംബത്തിൽ 3 പേരെ കൂട്ടക്കൊലപാതകം നടത്തുന്ന സാഹചര്യം മാത്രമല്ല, കുടുംബത്തിൽ മറ്റ് 2 കുട്ടികൾക്ക് വരെ ഭീഷണിയുള്ള അവസ്ഥ, ഇവരെ പേടിച്ച് അയൽവാസിയായ സ്ത്രീ നാട് വിട്ടുപോകുന്ന സാഹചര്യം. അങ്ങനെ നാടിനും ഒരുപോലെ ഭീഷണിയായ ഒരു വ്യക്തിയാണ് ചെന്താമര എന്ന പ്രോസിക്യൂഷൻ്റെ വാദവും ഈ കൊലപാതകത്തിൻ്റെ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളൊക്കെ വളരെ കൃത്യമായിട്ട് കോടതി വിലയിരുത്തുമെന്ന പ്രതീക്ഷയാണ് പ്രോസിക്യൂഷന് പങ്കുവച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും അത് അങ്ങനെ വന്നാൽ ഒരു വലിയ ഒരു നീതി ആ കുടുംബത്തിന് കിട്ടും എന്ന് പറയാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ കുട്ടികളെ കണ്ടപ്പോൾ വലിയ ആശങ്കയാണ് അവരൊക്കെ പങ്കുവച്ചത്. ഇയാൾ എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാൻ ഞങ്ങളെ കൊല്ലുമോ എന്നുള്ള പേടിയൊക്കെയാണ് അവർ പങ്കുവച്ചത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. ചെന്താമരയ്ക്ക് ഏറ്റവും നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുമോ, അതോ പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിക്കാതിരിക്കുമോ എന്നുള്ളതൊക്കെ ഇന്ന് 11 മണിയോടെ അറിയാം. എന്നാണെങ്കിലും ആദ്യം ചെന്താമര ഈ കേസിൽ കുറ്റക്കാരനാണോ എന്നാവും വിധിക്കുക. അതിനുശേഷമാകും ശിക്ഷാവിധി. രഞ്ജിത്ത്, ഏതായാലും കാത്തിരിക്കാം. കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകം, ചെന്താമരയുടെ കൊലപാതകം, അതിലാണ് വിധി ഇന്ന് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പ്രധാനമായും അനുമോദ്,
ഈ ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് ഈ സുധാകരൻ്റെ മകളൊക്കെ നമ്മളോട് സംസാരിച്ചത്. മകളുടെ വാക്കുകൾ നമുക്ക് അല്പസമയത്തിന് കേൾക്കാം. ഇതുമായി ബന്ധപ്പെട്ട പ്രതിയുടെ വാദം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കോടതിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചുവെന്നാണ് കരുതേണ്ടത്. പഴുതടച്ചുള്ള അന്വേഷണം ഉണ്ടായി എന്ന് പ്രോസിക്യൂഷൻ ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ തന്നെ അല്ലയോ കാര്യങ്ങൾ? തെളിവുകളുടെ അഭാവമോ അല്ലെങ്കിൽ സാക്ഷിമൊഴികളോ സാഹചര്യ തെളിവുകളോ ഒക്കെ വളരെ കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ടെന്ന് കരുതാമോ? പ്രോസിക്യൂഷൻ്റെ അവകാശവാദം അങ്ങനെയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജയകുമാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും പങ്കുവച്ച ആത്മവിശ്വാസം അതുതന്നെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാഹചര്യ തെളിവുകൾ, അതായത് ഈ ചെന്താമര ഈ ഒരു കൃത്യത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നുവെന്നും കൃത്യം ചെയ്തതിന് ശേഷം കണ്ടുവെന്നും കൃത്യമായി തെളിവ് നൽകിയവർ, മൊഴി നൽകിയവരുണ്ട്. ഇയാളെ ഈ കൃത്യം നടത്തുവാൻ ആയുധം വാങ്ങിയ കട, അത് ശേഖരിച്ച ഇടം, അതുപോലെ തന്നെ ഈ കൊടുവാളിനെ പിടി നിർമ്മിച്ച ഇടം, അങ്ങനെ ഈ കൃത്യത്തിലേക്ക് ഇയാളെ നയിച്ച ഇയാൾ ചെയ്തു എന്ന് കൃത്യമായിട്ട് കാണിക്കാൻ കഴിയുന്ന തെളിവുകൾ, അതിനുശേഷം ഇയാൾക്ക് ഇവരോട് മുമ്പുണ്ടായിരുന്ന വൈരാഗ്യം, ഇതിൻ്റെ എന്തുകൊണ്ട് ഇങ്ങനൊരു കൃത്യം ചെയ്തു എന്നതിന് ഇയാൾക്ക് ഈ കുടുംബത്തോട് മുൻപ് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സാക്ഷിമൊഴികൾ, ഇതൊക്കെ തന്നെ ഈ ഒരു കേസിൻ്റെ പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകളായിട്ട് തന്നെ വേണം പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയ തെളിവുകളാണ്. അതായത് ഈ കൊന്ന ആയുധം, അത് എന്ത് ആയുധം ഉപയോഗിച്ചാണ് വെട്ടിക്കുന്നത്, ആ ആയുധത്തിൽ നിന്ന് ശേഖരിച്ച കോശങ്ങളും മറ്റ് ഈ രക്തവും അതുപോലെ തന്നെ DNA ഒക്കെ കൃത്യമായിട്ട് ശാസ്ത്രീയ പരിശോധനാ ഫലം ഈ ഒരു കേസിൽ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം തീർത്തിട്ടുണ്ട്. ആ ഒരു ആയുധത്തിൽ ഇയാളുടെ വിരലടയാളങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ആയുധം ഉപയോഗിച്ച് ഇയാളാണ് വെട്ടിക്കൊന്നതെന്ന് ശാസ്ത്രീയമായിട്ടും തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 4 പേരുടെ മൊഴിമാറ്റം അത് കാര്യമായിട്ട് ഇതിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നത്. പ്രധാനമായിട്ടും അത് കൂറുമാറുമെന്ന് തന്നെ അവർ മുൻകൂട്ടി ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള തെളിവുകൾ തന്നെയാണ് ഹാജരാക്കിയിട്ടുള്ളത് എന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നുണ്ട്. ഇവിടെ ഇതൊരു ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയാണ് ഈ ഒരു കൊലപാതകമെന്ന് കൃത്യമായിട്ട് ആളുകൾ അല്ലെങ്കിൽ കോടതിയിൽ ഒരു സന്ദേശം നൽകുവാൻ അത് ഈ ഒരു കേസിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് തന്നെയാകും. അതേപോലെ തന്നെ ഈ മുൻപ് ഇരട്ട ജീവപര്യന്തം വിധിച്ച സജിത കേസിൽ ഇരട്ട ജീവപര്യന്തം വിധിച്ച അതേ കോടതി തന്നെയാണ് ഈ കേസും പരിഗണിക്കുന്നത്. അപ്പോൾ മുൻപത്തെ ഈ ശിക്ഷാവിധിയും ഈ കേസിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിൽ ഒരുപക്ഷെ പരിഗണിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആവുന്ന സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പലവിധ തെളിവുകൾ അല്ലെങ്കിൽ പലവിധ കാര്യങ്ങൾ ഈ ഒരു കേസിൽ ചെന്താമരയ്ക്കെതിരായിട്ടുണ്ട്. പക്ഷേ കോടതിക്ക് മുമ്പാകെ വേണ്ടത് തെളിവുകൾ തന്നെയാണ്. ഇയാൾ ഈ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് പ്രോസിക്യൂഷൻ പൂർണ്ണമായിട്ടും തെളിയിക്കാൻ സാധിക്കും എന്ന് തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും സുധാകരന്റെ മകൾ അഖില ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അഖില പങ്കുവച്ചു. അഖിലയുടെ വാക്കുകളിലേക്ക്. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. അമ്മൻ്റെ കേസിൽ അയാൾക്ക് ശിക്ഷ കിട്ടിയത് ഓക്കെയാണ്, അതേപോലെ ഇതിലും ഇതാക്കണം. ഇനി അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കണം. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ജീവൻ പോകും. ഇപ്പോൾ എൻ്റെ ആയാലും ചേച്ചിൻ്റെ ആയാലും പോത്തുണ്ടിത്തെ ആരുടെ ആണെങ്കിലും ജീവൻ എന്തായാലും പോകും. അപ്പോൾ അയാൾക്ക് പരോള് കിട്ടണ്ട എന്നാണ് നമ്മൾ ഇതാക്കുന്നത്. അയാൾ ഇറങ്ങിയാലും ഒരാളുടെ ജീവൻ പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിയിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അയാളെ പോലെയുള്ള മുഖസാദൃശ്യമൊക്കെ ഉള്ളവരെ കണ്ടാൽ നമുക്ക് ടെൻഷനാണ്. അയാൾ ഇനി എങ്ങാനും ചാടിയോ എന്നുള്ളത് ഒരു ഇത്. അപ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.